السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട് അല്ലാഹുവേ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് മുസ്തീബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്, അതിനെ അതിരറ്റ് സ്നേഹിക്കുന്നവർ അല്ലാഹുവേ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ അല്ലാഹുവേ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അല്ലാഹുവേ. ഒരു നിലക്കും അവരെ കൊയക്കല്ല അല്ലാഹ്, അവരെ തളർത്തല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ, സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നൊരു കുഞ്ഞൻ ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറിയൊരു ദിക്റിനെ പറ്റിയാണ്. എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റിയൊരു ദിക്ർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ അസ്മാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്ർ, മഹദിയായ അസ്മാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ, വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വലിയ ഇടങ്ങേറിൽ നമ്മൾ കുടുങ്ങി നിൽക്കുമ്പോൾ ഈ ദിക്റിനെ പതിവാക്കണം. മഹദിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ. കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു, പരീക്ഷയിൽ വിജയം ലഭിക്കാൻ ഉള്ള ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് കണ്ടിട്ട് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചും അന്വേഷിച്ചു, തങ്ങളെ പഠിച്ചത് മറക്കാതിരിക്കാൻ, ഹിഫ്ളാവാൻ, പരീക്ഷയ്ക്ക് വിജയിക്കാൻ തങ്ങൾ പറഞ്ഞ ദിക്ർ ഞങ്ങൾ ചൊല്ലാൻ റെഡിയാണ്. അത് ഹിഫ്ളാവാൻ, മനഃപ്പാഠമാക്കാൻ അതിനു പറ്റിയൊരു ദിക്റുണ്ടോ? മറക്കാതിരിക്കാൻ, മറവി സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ദിക്റുകളുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവർക്കും കൂടിയുള്ള ഒരു ദിക്റും കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ട് രണ്ട് കാര്യങ്ങൾ. മനസ്സിലായി? രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ, സയ്യിദിയ മജ്ലിസ്, ഇൽമിന്റെ ഈ മഹത്താക്കപ്പെട്ട ഈ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഹദിയായ അസ്മാ ബീവിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ. പ്രയാസങ്ങൾ വരുമ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് കൊണ്ട് ചൊല്ലേണ്ട, സ്ത്രീകൾ ചൊല്ലേണ്ട ദിക്ർ. സ്ത്രീകൾ മാത്രമല്ല, സഹോദരന്മാർക്കും ചൊല്ലാം, സഹോദരിമാർക്കും ചൊല്ലാം. മഹദിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അസ്മാ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ വചനം ചൊല്ലുക, ഈ ദിക്റിനെ പതിവാക്കുക. എങ്ങനെയുള്ള പ്രയാസങ്ങൾ? മല പോലെയുള്ള പ്രയാസങ്ങൾ അല്ലാഹു മഞ്ഞുപോലെ ദൂരീകരിക്കും.
പർവ്വത സമാനമായ പ്രയാസങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു മാറ്റി നൽകും. ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കുന്ന ആളുകൾ വലിയ പ്രയാസങ്ങൾ പറയാറുണ്ട്, വലിയ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. നമ്മളെ കമന്റ് ബോക്സിൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, വലിയ പ്രയാസത്തിലാണ് തങ്ങൾ, വലിയ ബുദ്ധിമുട്ടിലാണ്, ഇടങ്ങേറിലാണ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, പൈശാചികമായ ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, സിഹർ പോലുള്ള പ്രയാസങ്ങൾ കൊണ്ട്, ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്. ഒരാൾ സാഹിർ നമുക്ക് സിഹർ ചെയ്യണമെങ്കിൽ, അത് നമ്മൾ കേൾക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാതെ നമ്മൾ കേൾക്കൂല. ഒരു സാഹിർ നമുക്ക് സിഹർ ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചിട്ടെങ്കിൽ അള്ളാഹു സമ്മതം കൊടുക്കാതെ ആ പ്രയാസം നമ്മൾ കേൾക്കൂല. എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ, രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ ലഭിക്കാൻ, മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് വലിയ സംരക്ഷണമേകാൻ ഇൻഷാ അല്ലാഹ് സഹോദരിമാരെ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ ദിക്റിനെ, ചെറിയ ദിക്റാണ്, വലിയതൊന്നുമില്ല, കൂടുതലൊന്നുമില്ല, ഒരു കുഞ്ഞൻ ദിക്റാണ്. ഇതെങ്ങാനും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹു മാറ്റി നൽകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ അസ്മാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. അത് നമ്മൾ പായാക്കണോ? മഹദിമാരെ, നിങ്ങൾ ചൊല്ലിക്കോ. നിങ്ങളെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് എന്ത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും, ജോലിയിലെ പ്രയാസങ്ങൾ ഭർത്താവ് അനുഭവിക്കുകയാണ്, ഭർത്താവിന് ഇഖാമടിച്ചിട്ടില്ല, തനാസുല് മാറിക്കിട്ടിയിട്ടില്ല, വലിയതായ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് വലിയ ഇടങ്ങേറുകൾ സംഭവിക്കുന്നുണ്ട്, വലിയ പ്രയാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വലിയ സംരക്ഷണം കിട്ടാൻ, ഇതിലൊക്കെ വലിയ റാഹത്ത് കിട്ടാൻ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഈ ദിക്റിനെ പതിവാക്കിക്കോ. ഇൻഷാ അല്ലാഹ് വലിയ സംരക്ഷണം നിനക്ക് കിട്ടും, വലിയ സംരക്ഷണം കിട്ടും. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഇതെല്ലാം നടക്കണമെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദം വേണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു, എല്ലാം നടക്കണമെന്നുണ്ടോ? ഇല്ല, എല്ലാം നടക്കണമെന്നില്ല. ആഗ്രഹങ്ങൾ പോലും നടക്കണമെന്നില്ല. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ആത്യന്തികമായ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ആത്യന്തികമായി തീരുമാനിക്കുന്നത് അത് അള്ളാഹുവാണ്. അവൻ്റെതാണ് ഖളാ, അവൻ്റെതാണ് ഖദർ. അവനാണ് തീരുമാനിക്കുന്നത്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഖളാ വേണം, അള്ളാഹുവിൻ്റെ ഒരു ഖളാ വേണം എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. അത് അള്ളാഹുവിൻ്റെ ഒരു ഖളാ നമുക്ക് വേണം എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. അത് നേടിയെടുക്കാൻ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഈ ദിക്റിനെ പതിവാക്ക്, ഈ ദിക്റിനെ ജീവിതത്തിൽ പതിവാക്ക്. മാരകമായ അസുഖങ്ങൾ അല്ലാഹു നമുക്ക് അവൻ്റെ ഖളായിലെങ്ങാനും വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ ദിക്ർ കൊണ്ട് സാധ്യമാകും. വലിയ പ്രയാസങ്ങൾ നമ്മൾക്ക് നേരിൽ വരാനിരിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ ദിക്ർ കൊണ്ട് അത് കാരണമാകും എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ ദിക്റിനെ ഒരിക്കലും ഒഴിവാക്കരുത്, ഒരിക്കലും പായാക്കരുത്. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ധാരാളം പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന എൻ്റെ ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട്, ധാരാളം സഹോദരന്മാർ. അള്ളാഹു അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. കഴിഞ്ഞ മജ്ലിസ് നമ്മൾ കടത്തിനെ പറ്റി പറഞ്ഞ മജ്ലിസ്, അതിൻ്റെ ദിക്റുകൾ പറഞ്ഞ മജ്ലിസ്, അതിൽ ധാരാളം ആളുകൾ വലിയ കടത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. തങ്ങളെ 10 ലക്ഷം കടമുള്ളവർ, 20 ലക്ഷം കടമുള്ളവർ, 30 ലക്ഷം കടമുള്ളവർ, 50 ലക്ഷം കടമുള്ളവർ, 1 കോടി കടമുള്ളവർ, അതിനും മേലെ കടമുള്ളവർ. അല്ലാഹുവേ, വീട്ടാനുള്ള മാർഗം അല്ലാഹ് നീ എളുപ്പമാക്കണേ അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. അവർക്ക്
ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യും. നമ്മളെ മജ്ലിസ് വെറും ഒരു അമല് പറയുന്ന മജ്ലിസ് അല്ല, അതിലൂടെ ദുആവും കൂടിയുള്ള ദുആവും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദുആ മജ്ലിസും കൂടിയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് അമല് സ്വീകരിച്ച് നമ്മൾ ആമീൻ പറഞ്ഞ് നമുക്ക് പിരിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസ് ലൈവില്ലെങ്കിലും അന്നാ ദിവസം കാണുന്ന എൻ്റെ സഹോദരിമാർ, തപ്പിയെടുക്കുന്ന എൻ്റെ സഹോദരിമാർ, അല്ലാഹുവേ പ്രയാസങ്ങൾ ഇതുകൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ മജ്ലിസിലിരുന്ന ഈ ഇൽമിൻ്റെ മജ്ലിസ്, സാദാത്യങ്ങളെ അനുഗ്രഹം തേടിയ ഈ മജ്ലിസിലിരുന്നതിൻ്റെ കാരണത്താൽ അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഅ് ബർക്കത്ത് കൊണ്ട് അവരെ പ്രയാസങ്ങൾ നീറുന്ന വേവലാദികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ പ്രയാസങ്ങൾക്ക് ഈ മജ്ലിസ് ഒരു അറുതിയാക്കണേ അല്ലാഹ്, അവസാനമാക്കണേ അല്ലാഹ്, ഒരു വഖഫാക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. അതുമാത്രമല്ല മറവി വരാതിരിക്കാൻ നമ്മളെ മക്കൾക്ക് പഠിക്കുന്ന മക്കൾക്ക് മറവി വരാതിരിക്കാൻ വലിയവർക്കും മക്കൾക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ദിക്റും കൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൊല്ലാൻ അല്ലാഹുവേ ജീവിതത്തിൽ ദായിമാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ മറവിയാണ്, തങ്ങളെ മക്കൾക്ക് മറവിയാണ്, ഹിഫ്ദ് ലഭിക്കുന്നില്ല, അവർക്ക് മനഃപ്പാഠമാക്കാൻ സാധ്യമാകുന്നില്ല. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് നല്ല അഖ്ല് നൽകണേ അല്ലാഹ്, നല്ല ഹിഫ്ദ് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ അവരെ പഠനത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്, അവർക്ക് വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇരു ലോകത്തും അവർക്ക് വിജയം കൊടുക്കണേ അല്ലാഹ്. പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷയിലും അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്, അവരെ വിജയിപ്പിക്കണേ തമ്പുരാനെ. അതുമാത്രമല്ല എൻ്റെ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു, പരീക്ഷയിൽ വലിയ വിജയം ലഭിക്കാൻ നമ്മൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ഒരു ദിക്റിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ആ മജ്ലിസ് ഇട്ട സമയത്ത് ധാരാളം ആളുകൾ വിളിച്ചു ചോദിച്ചതാണ്, പഠിച്ചത് മറക്കാതിരിക്കാൻ, ഹിഫ്ദ് ഉണ്ടാവാൻ, മക്കൾക്ക് നല്ല ഹിഫ്ദ് ഉണ്ടാവാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് നല്ല മറവി സംഭവിക്കാതിരിക്കാൻ, ജീവിതത്തിൽ മറവി സംഭവിക്കാതിരിക്കാൻ എന്താണ് ഞങ്ങൾ പതിവാക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്റും കൂടി നമ്മൾ ഈ മജ്ലിസിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമുണ്ടാവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ അസ്മാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്ർ. വലിയ ഹിഫ്ദ് സംഭവിക്കാൻ, ഹിഫ്ദ് ഉണ്ടാവാൻ, മക്കൾക്ക് വലിയ ഹിഫ്ദ് ലഭിക്കാൻ, പഠിച്ചത് മനഃപ്പാഠമാക്കാൻ, മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ദുആവും കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ദുആഇനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു നമ്മളെ മക്കൾക്ക് നല്ല ഹിഫ്ദ്, അല്ലാഹു നമ്മളെ മക്കൾക്ക് നല്ല അഖ്ലും ഹിഫ്ദും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അല്ലാഹ് നീ അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്, അവർക്ക് വലിയ വിജയം നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ്, നമ്മളെ മജ്ലിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരം വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, കർണാടക പോലെ തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ,
ദ്വീപ് നിവാസികൾ അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മജ്ലിസിലേക്ക് വിളിച്ചുകൊണ്ട് സങ്കടമറിയിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ധാരാളം ആളുകൾക്ക് വലിയ രക്ഷയായ ഈ സയ്യിദിയ മജ്ലിസ്, ധാരാളം ആളുകളെ നീറുന്ന പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമായ ഈ സയ്യിദിയ മജ്ലിസ് അല്ലാഹുവേ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഉയരങ്ങളിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നവർ ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്, വീട്ടിൽ നോട്ടമുള്ളത്, ഇനി എന്നാണ് തങ്ങൾ ഇരിക്കുന്ന ദിവസം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിലുണ്ടാകുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാണ്, ഇന്ന് വീട്ടിലുണ്ടാകും. ഇന്നത്തെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച. എല്ലാ ആഴ്ചയിലും 2 ദിവസമാണ്, ശനിയും തിങ്കളുമാണ് വീട്ടിലുണ്ടാകുക. നീറുന്ന പ്രയാസങ്ങളുമായി, സങ്കട കണ്ണീരുകളുമായി, പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങിയ ആളുകൾ, ശൈത്താനിയത്തിന്റെ ഷെറുകളിൽപ്പെട്ട ആളുകൾ, സർപ്പദോഷത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പിണക്ക വിഷയങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വിവാഹ തടസ്സങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ജോലി തടസ്സങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ആൾ, പല പൈശാചികമായ പല മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അത്തരം പ്രയാസങ്ങൾ ഈ ഇമ്മരപ്പടിയിൽ വന്ന് പറയുന്ന ആളുകൾ അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾക്ക് ഈ മജ്ലിസ്, ഇവിടുത്തെ കൺസൾട്ടിംഗ് രീതി അല്ലാഹുവേ വലിയ ശിഫാ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമേകണേ അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ ഇടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മാനസികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ തീർത്ത് നീ വലിയ സംരക്ഷണം നീ കൊടുക്കണേ അല്ലാ, നീ വലിയ സംരക്ഷണം കൊടുക്കണേ തമ്പുരാനെ. എപ്പോഴും പറയുന്നത് പോലെ ഈ മജ്ലിസിന്റെ വളർച്ച, ഇവിടുത്തെ കാവൽ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ഹസൻ ജമലുല്ലൈൽ ഉപ്പാപ്പ, ജമലുല്ലൈൽ സാദാത്ത് ഞങ്ങളെ വല്ലിപ്പയാണ്, ഞങ്ങളൊക്കെ വല്ലിപ്പയാണ്. ആ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമാണ് മജ്ലിസിന്റെ വളർച്ച. അല്ലാഹുവേ അവിടുത്തെ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാ. എന്ത് അമല് പറയുകയാണെങ്കിലും, എന്ത് ദിക്ർ പറയുകയാണെങ്കിലും, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടുത്തെ കൺസൾട്ടിംഗ് രീതിയും ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ്, ഉപ്പാപ്പയുടെ ഇജാസത്ത് അനുസരിച്ച് പ്രകാരമാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഇജാസത്തോടുകൂടിയാണ് ഓരോരോ മജ്ലിസും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള കൺസൾട്ടിംഗ് രീതിയും. അല്ലാഹുവേ അഭിവൃദ്ധി നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് വലിയ പരിഹാരമായവരുണ്ട് അല്ലാഹുവേ, വലിയ രക്ഷ നേടിയവരുണ്ട് അല്ലാ. ഉപ്പാപ്പയുടെ ഒരു കറാമത്താണ് അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം, നമുക്ക് ദിക്റിലേക്ക് കടക്കാം ഇൻഷാ അല്ലാ. ഏതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, മഹദിയായ അസ്മാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അസ്മാ ബീവിയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, നീറുന്ന ടെൻഷനുകൾ അനുഭവിക്കുമ്പോൾ, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, മല പോലെ വരുന്ന പർവ്വത സമാനമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മഹദിയോട് പറഞ്ഞു, ഈ കലിമത്ത് നിങ്ങൾ ചൊല്ലണേ, ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണേ. എന്താണ് ആ ദിക്ർ? ചെറിയ ദിക്റാണ് എൻ്റെ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും, ഈ മജ്ലിസിലിരിക്കുന്ന എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. ഞാൻ പഠിപ്പിച്ചു തരട്ടെ.
നിങ്ങൾ ചൊല്ലോ, നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കുക. ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് എടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കണം ഇൻഷാ അല്ലാഹ് തങ്ങളെ ഇത് ഞാൻ ചൊല്ലാം, ചെറുതാണല്ലോ ഇത് ഞാൻ ജീവിതത്തിൽ പതിവാക്കും. നിങ്ങൾ ഇപ്പതാ ഞാനിതാ ഇവിടെ എഴുതി വെക്കുന്നു. എൻ്റെ ഡയറി എടുത്ത് സയ്യിദിയ മജ്ലിസിൽ പറയുന്ന ദിക്ർ എഴുതി വെക്കുന്ന എൻ്റെ ഡയറി എടുത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൽ എഴുതി വെക്കാൻ, കുറിച്ച് വെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഈ ദിക്റിനെ പതിവാക്കും എൻ്റെ പ്രയാസങ്ങൾ മാറാൻ. മഹദിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണല്ലോ. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ ചെയ്യും എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. എൻ്റെ ഉമ്മ നിങ്ങൾ ചൊല്ലണേ, എൻ്റെ പെങ്ങളെ നിങ്ങൾ ചൊല്ലണേ, ജീവിതത്തിൽ ദായിമാക്കണേ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അല്ലാഹു അത് നടത്തിത്തരും. വലിയ പ്രയാസം നമ്മൾ കേൾക്കാതിരിക്കാൻ ഏത് സാഹിറും നമുക്ക് കെണിവലകൾ ഒരുക്കാതിരിക്കാൻ, ഏത് സിഹർ ചെയ്യുന്നവൻ നമുക്ക് സിഹർ ആ പ്രയാസം നമ്മൾ കേൾക്കാതിരിക്കാൻ, എന്ത് മാരണങ്ങളും ഏൽക്കാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നീ ചൊല്ലിക്കോ. ഇത് ഞാൻ പഠിപ്പിച്ചതല്ല, ഇത് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. നമുക്ക് ജീവിതത്തിൽ പതിവാക്കിക്കൂടെ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഈ ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ധാരാളം പതിവാക്കുക, ധാരാളം ദായിമാക്കുക. ഏതാണ് ആ ദിക്ർ? ഒന്നും കൂടി എൻ്റെ കൂടെ നീ ഏറ്റുചൊല്ല്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഏതാണ് ആ ദിക്ർ? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല, എല്ലാവർക്കും ചൊല്ലിക്കൂടെ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാവർക്കും ചൊല്ലിക്കൂടെ. എത്ര സിമ്പിളാണ്, കുഞ്ഞൻ ദിക്റാണ്, ചെറിയൊരു ദിക്റാണ്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഈ ദിക്റിനെ ജീവിതത്തിൽ ധാരാളം പതിവാക്കുക. അല്ലാഹു വലിയ പ്രയാസങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം അല്ലാഹു നൽകും. എൻ്റെ മുഅ്മിനീങ്ങളെ, വലിയ സംരക്ഷണം നൽകും. മറ്റൊരു ദുആ എന്താണ്? ഹിഫ്ദ് ലഭിക്കാൻ, വലിയ മനപ്പാഠം നമുക്ക് ലഭിക്കാൻ, നമുക്ക് മക്കൾക്ക് വലിയ ഹിഫ്ദ് ലഭിക്കാനുള്ള ഒരു ദുആഇനെയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ദുആഇനെയാണ്. കമന്റ് ബോക്സിലായിട്ടും മെസ്സേജ് അയച്ചും ചോദിച്ചത് മറവി സംഭവിക്കാതിരിക്കാൻ, പഠിച്ചത് മറക്കാതിരിക്കാൻ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ദുആ എന്താണ്, ദിക്ർ എന്താണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖലായിലേക്ക് പോകുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത് നഗ്നത മറക്കണം. മറവി സംഭവിക്കൂല. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ദുആ എന്താണ്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ ദുആഇനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ധാരാളം പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു വലിയ ഹിഫ്ദ് അല്ലാഹു നൽകും. അല്ലാഹു വലിയ ഇൽമ് അല്ലാഹു നൽകും. മക്കൾക്ക് വലിയ ഇൽമ് അല്ലാഹു നൽകും, വലിയ ഹിഫ്ദ് അല്ലാഹു നൽകും, വലിയ അഖ്ൽ അല്ലാഹു നൽകും. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. സുബ്ഹാന
സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആഇനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കണേ, ജീവിതത്തിൽ ദായിമാക്കണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ പ്രയാസത്തിലാക്കല്ല അല്ലാഹ്, നീ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിന്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്, ധാരാളം സഹോദരിമാർ ഞങ്ങളെ മജ്ലിസിന്റെ ഖാദിമീങ്ങളാണ് അല്ലാഹ്. ഇതിനെ ബഹുമാനിക്കുന്നവരാണ് അല്ലാഹ്, ഇതിനെ വലിയ ഇഷ്ടം വെക്കുന്നവരാണ് അല്ലാഹ്, ഇതിന്റെ വാഹകരാണ് അല്ലാഹ്, ഇതിന്റെ സേവകരാണ് അല്ലാഹ്. അവരെ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. അവരെ ഞങ്ങളെയും നീ കാത്തോളണേ അല്ലാഹ്, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. ഞങ്ങളെ സയ്യിദിയ മജ്ലിസിലെ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്, രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്റ്റോക്കും ബ്ലോക്കും നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ലിവർ സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഡയാലിസ് രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഉള്ളവർക്ക് പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ തമ്പുരാനെ. വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ഒരു ഭവനം മസ്കൻ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പച്ചമണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ചു, എൻ്റെ കീശയും മേശയും കാലിയാണ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് എത്രയും പെട്ടെന്ന് നീ പൂവണിയിച്ച് കൊടുക്കണേ അല്ലാഹ്, നീ പൂവണിയിച്ച് കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അത് വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അർഹമുർ റഹീമീനായ അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടന്നെന്ന് ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, നീ മൗത്താക്കല്ല തമ്പുരാനെ. ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുമൊത്ത്
അവിടുത്തെ റാഹത്തായ ഐക്യത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. അവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നല്ല ആക്കിൽ കൊടുക്കണേ അല്ലാഹ്. നല്ല ഇഫ്ള് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അവരെ പരീക്ഷയിലും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരെ പരീക്ഷകളിൽ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. നാടിനും വീട്ടിനും വീടിനും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. അവരുടെ വിവാഹ തടസ്സങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മരണം വരെ ഖൈറായ നിലയിൽ അല്ലാഹുവേ റാഹത്തോടുകൂടി ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് അത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം വേവലാദികൾ ഇടങ്ങേറുകൾ സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ഇടങ്ങേറുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബലാകളെ മുസീബത്തുകളെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. നീ നിന്റെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. നീ നിന്റെ സ്വർഗത്തിൽ ചേർക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അല്ലാഹ്. പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇടങ്ങേറുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ കാത്തോളണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നീ നൽകണേ അല്ലാഹ്. പരാജയം നീ നൽകല്ലേ അല്ലാഹ്. പരാജിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. പരാജയം നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, എൻ്റെ പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ബലാകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. ഇഖാമ റെഡിയായിട്ടില്ല തങ്ങളെ, തനാസുൽ മാറി കിട്ടിയിട്ടില്ല. അർഹമുർ റഹീമീനായ അല്ലാഹ് അത്തരം പ്രയാസങ്ങൾ അല്ലാഹ് അവർക്ക് നീ പരിഹരിച്ചു
കൊടുക്കണേ അല്ലാ. അത്തരം പ്രയാസങ്ങളിൽ നിന്നല്ലാ നീ സംരക്ഷണം നൽകണേ അല്ലാ. നീ സംരക്ഷണം നൽകണേ അല്ലാ. എൻ്റെ പ്രവാസികളെ നീ തളർത്തല്ലേ അല്ലാ. നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന പ്രവാസികൾ, ഞങ്ങളെ മജ്‌ലിസിനെ ഇഷ്ടപ്പെക്കുന്നവര്, മജ്‌ലിസിനെ അഭേദ്യമായി സ്നേഹിക്കുന്നവര്, ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവര്, സഹകരിക്കുന്നവര്, സഹായിക്കുന്നവരുണ്ട് അല്ലാ. നീ കൊയക്കല്ലേ അല്ലാ. അവരെ ബിസിനസ്സിനെ തളർത്തല്ലേ അല്ലാ. അവരെ ജോലിയിൽ പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ കാത്തോളണേ തമ്പുരാൻ. എൻ്റെ ദ്വീപിൽ എൻ്റെ സഹോദരി സഹോദരന്മാർ, നമ്മുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദ്വീപുകാർ, അല്ലാഹുവേ അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ അവരെ നീ കാത്തോളണേ അല്ലാ. അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ. മുസീബത്തുകൾ ബലാകൾ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. ഈ മജ്‌ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ധാരാളം ആളുകൾ ഈ മജ്‌ലിസിന് അമലുകൾ സ്വീകരിക്കുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. എന്ത് കാരണം വെച്ചിട്ടാണോ, എന്ത് നിയ്യത്ത് വെച്ചിട്ടാണോ മജ്‌ലിസ് കാണുന്നതല്ലോ, അവർക്ക് ആ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ആഗ്രഹങ്ങളെ നീ സഫലീകരിക്കണേ അല്ലാ. നീ സഫലീകരിക്കണേ അല്ലാ. നീ സഫലീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. അല്ലാഹുവേ ഈ മജ്‌ലിസിനെ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചവർ, ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് മജ്‌ലിസിലെ ഈ ദുആ ആണ് അല്ലാ. അല്ലാഹുവേ 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 അവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാല നൽകണേ അല്ലാ. ഖബറിലേക്ക് ഒരു ഫിറാശിനെ നീ വിരിപ്പിക്കണേ അല്ലാ. ഒരു ഫിറാശിനെ നീ വിരിപ്പിക്കണേ അല്ലാ. ഒരു ഫിറാശിനെ നീ വിരിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നിന്റെ മാലാഖന്മാരുടെ സഹായം അല്ലാഹു ഇവരുടെ ഖബറിൽ നീ നൽകണേ അല്ലാ. നീ ഖബറിൽ നൽകണേ തമ്പുരാനെ. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ടെത്താ ദൂരത്തോടെ നീ വിശാലത നൽകണേ അല്ലാ. നീ വിശാലത നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരുകി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാലത നൽകണേ അല്ലാ. നീ വിശാലത നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി
നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണും. നമ്മളെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ 2 ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ധാരാളം ആളുകൾ ഈ സന്ദേശം അറിഞ്ഞുകൊണ്ട് മജ്ലിസ് കണ്ട് തങ്ങൾ പോകുന്നുണ്ടോ, തങ്ങളെ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാനുണ്ട് എന്നറിയിക്കുന്ന ആളുകൾ, ആഗ്രഹങ്ങൾ അറിയിക്കുന്ന തങ്ങളെ അതിരറ്റ ആഗ്രഹമുണ്ട്, സമ്പത്തില്ല തങ്ങൾ, ഇതിന് പോവാനുള്ള സമ്പാദ്യം കയ്യിൽ. ഞാൻ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ, ആ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നീ അവിടെ എത്തിക്കണേ അല്ലാഹ്. ഒരു സഹോദരി സന്ദർഭോചിതം പറയുന്നത് മാത്രം, ഒരു സഹോദരി ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഒരു സമ്പത്തുമില്ല, പാവപ്പെട്ട ഒരു ഫക്കീറായ ഒരു സഹോദരിയാണ്, ഒന്നുമില്ല. എപ്പോഴും എന്നെ കണ്ടാൽ പറയും പുണ്യഭൂമിയിൽ നമ്മളടുത്ത് ബന്ധപ്പെടുന്ന ഒരു സഹോദരിയാണ്, സമീപിക്കുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി എപ്പോഴും പറയും, തങ്ങളെ എൻ്റെ കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല. ആ പുണ്യഭൂമിയിൽ എത്താൻ തങ്ങൾ ദുആ ചെയ്യണം. എപ്പോൾ കണ്ടാലും ആ ദുആ വസിയത്താണ് എനിക്ക് നൽകുന്നത്. ഞാൻ പറയും, നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക, ധാരാളം സ്വലാത്തുകൾ നീ അധികരിപ്പിക്കുക. അവരിങ്ങനെ സ്വലാത്ത്, മക്കളില്ല, ആരുമില്ല, ധാരാളം സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറയാണ്, സന്തോഷം അറിയിക്കുകയാണ്, തങ്ങളെ അൽഹംദുലില്ലാഹ്, ഒരു പാവങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സഹോദരൻ, ഒരു ഹാജി ഞങ്ങളെ കുറച്ചാളുകളെ ഏറ്റെടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ, പുണ്യഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ. തങ്ങളെ അവർക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. അവിടെ ചെന്നുകൊണ്ട് മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തങ്ങൾ ദുആ ചെയ്യണമെന്ന് ആ സഹോദരി പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു. അതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ധാരാളം സ്വലാത്തുകൾ ചെല്ലുക. നമുക്ക് സമ്പത്തില്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ അവിടെ എത്തും? എൻ്റെ മുഅ്മിനീങ്ങളെ എത്തും. അതുകൊണ്ട് സ്വലാത്തുകളും നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ എത്താൻ നിങ്ങൾക്ക് കഴിയും, ചൊല്ലാൻ കഴിയും, ചെയ്യാൻ കഴിയും, അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്ന, ഞാനൊരു സന്ദർഭോചിതം പറഞ്ഞെന്ന് മാത്രം, നമ്മുടെ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്ന ആൾ, ആഗ്രഹമാണ് നമുക്കത്. ഞാൻ പറയാനുള്ള കാരണം, ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കുക. എല്ലാവരും ഈ മജ്ലിസ് കാണുന്ന, ഈ സന്ദേശം കാണുന്ന എല്ലാവരും ആഗ്രഹിക്കും. പോവാത്തവർ ആഗ്രഹിക്കും, പോയവർ ഇനിയും ഇനിയും പോവാൻ ആഗ്രഹിക്കും. അല്ലാഹുവോട് അല്ലാഹുവേ, ഞങ്ങളെ നീ എത്തിക്കണേ, നീ എത്തിക്കണേ തമ്പുരാനെ. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസിലോ നിങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ, നിങ്ങളുമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ബന്ധപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിനെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Oh